എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഭക്തന്മാർക്കുള്ള ഒരു ചാനലാണിത്. ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്, അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ഈ ഹിന്ദു ശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ്. സാധാരണ എല്ലാവരും ഹിന്ദു എന്ന് പറഞ്ഞാൽ മറ്റ് വിദേശ മതങ്ങളുടെ മാതിരി ഒരു മതം എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒരു ശാസ്ത്രമാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിന്ദു ശാസ്ത്രം നമ്മൾ പുരാണങ്ങളിലും മറ്റുള്ള വേദങ്ങളിലും ഉപനിഷത്തുകളിലും മറ്റേ ഗീതയിലും മറ്റ് സന്ദേശങ്ങളിലും ഒക്കെ ഈ ഹിന്ദു ശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രായോഗിക രീതി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മതവും ഇല്ല, ശാസ്ത്ര തത്വങ്ങൾ മാത്രമാണ്. ഈ ശാസ്ത്രത്തിൻ്റെ ഉപയോഗം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള മൃഗീയ വാസനയോട് കൂടിയിട്ടുള്ള ആളുകളെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ശാസ്ത്രം മനുഷ്യനായി മാറണം. നമ്മളെ ഈ ഭൂമിയിൽ ജനിച്ച് നരനായിട്ട് ജനിച്ച് അതേപോലെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ചിത്തത്തെ സംസ്കരിച്ചെടുക്കാതെ അവന് വെറുതെ വിട്ടുകൊണ്ട് ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും ഒരു സംഘടനയിലോ പാർട്ടിയിലോ വിശ്വസിച്ചിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും മനുഷ്യനാവുകയില്ല. അതുമാത്രമല്ല, അവൻ്റെ ചിത്തത്തിൻ്റെ അഗാധതയിൽ കിടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ആസുരവാസനകൾ വികസിച്ച് അവൻ ഒരു ക്രിമിനൽ പുള്ളിയായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഭാരതത്തിലെ ഋഷികളാണ് ഈ ശാസ്ത്രം വികസിപ്പിച്ചെടുത്തത്. അതായത് നമ്മളുടെ ചിത്തശുദ്ധി ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ആൾക്കാർ അടിമകളാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അല്ല, ഒരു മതവിശ്വാസമല്ല, ഒരു ശാസ്ത്രീയ തത്വമാണ്. ഇത് കാലാകാലങ്ങളായിട്ട് തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് അതിനെ ഹിന്ദു ശാസ്ത്രം എന്ന് പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജന്മസിദ്ധമായി നമ്മുടെ ചിത്തത്തിലുള്ള ക്രൂരമായിട്ടുള്ള ആസുരവാസനകളെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഈ ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ പല ഇംഗ്ലീഷുകാരിലും പല വ്യാഖ്യാനങ്ങളുണ്ട്, അതൊന്നും ശരിയല്ല. നമ്മളുടെ ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ ഈ ശാസ്ത്രം നമ്മുടെ ചിത്തത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള ആസുരവാസനകളെ തിരിച്ചറിയുകയും അറിയിക്കുകയും അത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് ഇത്. അതിൽ യോഗശാസ്ത്രവും കൂടി പെടുന്ന. കാരണം ഇത് ഇല്ലാതാക്കുക മാത്രമല്ല, ഒരു നരനായിട്ട് ജനിച്ച ആളുകളെ മനുഷ്യനാക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ ആധ്യാത്മികമായിട്ട് ഉയർന്നിട്ട് നമ്മളുടെ ഈ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ ഉയർത്തുകയും ഈ ചൈതന്യത്തോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചൈതന്യത്തോട് ചേർന്ന് ആത്മസാക്ഷാത്കാരം നേടുവാനുള്ള ഒരു വഴിയും കൂടി തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏത് ആൾക്കും, ഇന്നേ ആളെന്നില്ല, ഏത് രാജ്യത്തിലെ ആൾക്കാർക്കും ഇത് സ്വീകരിച്ച് ഇതിൻ്റെ ശാസ്ത്ര തത്വങ്ങൾ പഠിച്ച് അത് പ്രായോഗികമായിട്ട് വീട്ടിൽ നിന്ന് പരിശീലിച്ച് അവൻ്റെ ഉള്ളിൽ ഡീപ്പിൽ അഗാധമായിട്ടുള്ള ആ സ്ഥലത്ത് കിടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ആസുര വാസനകളെ, വികാരങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അവന് സാധിക്കുന്നു. അതാണ് ഹിന്ദു. അല്ലാതെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന പോലെ നമ്മളെ സർട്ടിഫിക്കറ്റിൽ എഴുതുന്ന പോലെ റിലീജിയൻ ഹിന്ദു, അത് റോങ് ആണ്, തെറ്റാണ്. കാരണം അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ പോരായ്മ അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഒരു മതം ആയി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇതൊരു ശാസ്ത്രമാണ്. എല്ലാ ആൾക്കാരും ഇത് പഠിക്കണം. അതിനുവേണ്ടി ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ജനങ്ങളെ ആക്രമവാസന അല്ലെങ്കിൽ ആസുരവാസന ഇല്ലാതാക്കുന്നത്. അതിനാണ് സത്യം
ധർമ്മം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും ചിത്തത്തിലുള്ള ആ ക്രൂരമായിട്ടുള്ള അവസരവാസനകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കണം. തിരിച്ചറിയാൻ വേഗം സാധിക്കും, പക്ഷെ ഇല്ലാതാക്കാൻ പ്രായോഗിക പരിശീലനം നടണം. അതാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് ഈ ശാസ്ത്രമാണ്. അല്ലാതെ മറ്റുള്ള മതങ്ങളുടെ മാതിരി ഒരു മതവിശ്വാസമോ സംഘടനയോ അന്ധവിശ്വാസമോ അജ്ഞാനമോ ഒന്നുമല്ല. ഈ ശാസ്ത്ര തത്വം ജനങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇന്നും ക്ഷേത്രങ്ങൾ നിൽക്കുന്നത് ഈ ശാസ്ത്ര തത്വങ്ങൾ കൊണ്ടാണ്. ശാസ്ത്രീയമായ പരിശീലനം ഉണ്ടോ എന്നറിയില്ല, പക്ഷെ ഞങ്ങൾ ഈ ശാസ്ത്ര തത്വങ്ങൾ ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും, ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാരും ഭാരതത്തിലെ ശാസ്ത്ര തത്വത്തെക്കുറിച്ചിട്ട് മനസ്സിലായ എല്ലാവരും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ അല്ലെങ്കിൽ മൃഗീയ വാസനകളെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്, എല്ലാവർക്കും സ്വീകരിക്കുക. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ബാക്കി ഇന്നും കൂടുതൽ പറയാനുണ്ട്. അത് അടുത്ത വരുന്ന ഓരോ എപ്പിസോഡിൽ ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടെന്ന് ഇത് കേൾക്കുന്ന ആളുകൾ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും സാധാരണക്കാർ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോവും, ശബരിമലയിൽ പോവും, പല സ്ഥലത്തുള്ള തീർത്ഥാടനങ്ങൾ നടത്തും. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ശാസ്ത്രം പഠിച്ച് ആ ശാസ്ത്ര തത്വങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കുമ്പോഴാണ് ഈ ഹൃദയശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വേറെ ആളുകൾക്ക് ഷെയർ ചെയ്യുകയും വേണം. എന്നാലേ ഇത് എത്തും. ഇതങ്ങനെ ഈ രഹസ്യമായിട്ട് വെക്കേണ്ട സാധനമല്ല, പബ്ലിക് ആക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഇതുവരെ എല്ലാവരും എല്ലാവരും ഇത് സഹകരിക്കണം, എല്ലാവരിലും എത്തിക്കണം. പിന്നെ ഇത് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം.